വെറും ഒരു തമാശയായിരുന്നു, വെറും ഒരു പോറൽ മാത്രമായിരുന്നു, അങ്ങനെയൊക്കെ പറയില്ലേ. ഈ വെറും എന്ന് പറയാൻ മിയർലി. ഇറ്റ് വാസ് മിയർലി എ സ്ക്രാച്ച്. വെറും ഒരു പോറൽ മാത്രമായിരുന്നു അത്. ഇറ്റ് വാസ് മിയർലി എ ജോക്ക്. അത് വെറും ഒരു തമാശയായിരുന്നു. ഇവിടെ തന്നെ ചിലപ്പോൾ ഓൺലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. മാത്രം അല്ലെങ്കിൽ കേവലം. ഐ വാസ് ദി ഓൺലി പേഴ്സൺ ഓൺ ദി ട്രെയിൻ എന്ന് വെച്ചാൽ ആ ട്രെയിനിൽ ആകെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഞാൻ മാത്രമായിരുന്നു. അപ്പുറം എന്ന് പറയാൻ തിരിച്ചറിയാവുന്നതിനപ്പുറം എന്നൊക്കെ പറയില്ലേ, ബിയോണ്ട്. ഷീ ചേഞ്ച്ഡ് ബിയോണ്ട് റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, തിരിച്ചറിയുന്നതിനപ്പുറം അവൾ മാറിപ്പോയിരുന്നു. അവൾക്ക് പുറമെ ആർക്കും അത് അറിയണ്ടായിരുന്നില്ല. അപ്പാർട്ട് ഫ്രം ഹർ നോ വൺ ന്യൂ അബൌട്ട് ഇറ്റ്. എന്നിട്ടും ഈവൻ ദെൻ, ഞാൻ എല്ലാം വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു, എന്നിട്ടും അവൾ എന്തോ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നുണ്ടായിരുന്നു. ഐ എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ക്ലിയർലി ബട്ട് ഈവൻ ദെൻ ഷീ സീംഡ് കൺഫ്യൂസ്ഡ്. ഇംഗ്ലീഷ് പഠിക്കാൻ ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി